മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വനിതാ യാത്രക്കാർ ആവേശത്തോടെ കാത്തിരുന്ന ചരിത്ര നിമിഷം പിറന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര ഉറപ്പു നൽകുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. തിരൂർ നിയോജക മണ്ഡലം ഉദ്ഘാടനം തിരൂർ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകി MLA കുറുക്കുളി മൊയ്തീൻ നിർവഹിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ തിരൂർ ബസ് സ്റ്റാൻഡിൽ MLA കുറുക്കുളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന ദിനമാണ്. നമ്മുടെ വനിതകൾക്ക് അവരുടെ ഏത് പ്രദേശത്തും സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യാനുള്ള അവകാശം കൈവരികയാണ്. പ്രിയദർശിനി സൗജന്യ യാത്ര ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം അധികാരത്തിൽ വന്ന് ഒരു മാസം തികയുന്ന സന്ദർഭമായപ്പോഴേക്ക് അത് പൂർത്തീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ തുടക്കത്തിൽ തന്നെ ഏവർക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാന്യനായ VD സതീശൻ അവർകൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണി അംഗീകരിച്ച ഒരു വിഷയമായിരുന്നു. അധികാരത്തിൽ വന്ന ഉടനെ നമ്മുടെ വനിതകളുടെ സാമ്പത്തിക നില ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർക്കുള്ള ചെലവിനങ്ങളിൽ നിന്ന് ഒന്ന് വെട്ടിക്കുറയ്ക്കാൻ ഈ ഭരണകൂടം തയ്യാറായത്. ഇന്ന് കേരളം ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സന്തോഷ ദിനം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ഘാടനത്തിന് പിന്നാലെ തിരൂരിൽ നിന്നും പുറപ്പെടുന്ന ആദ്യ പ്രിയദർശിനി ബസിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് മൂവാറ്റുപുഴ സ്വദേശി PG അജിയാണ്. തിരൂരിൽ നിന്നും പൊന്നാനിയിലേക്ക് വരെയാണ് സൗജന്യ യാത്ര. 5 തവണയാണ് ബസ് റൂട്ടുള്ളതെന്നും സ്ത്രീകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പദ്ധതിയാണിതെന്നും കണ്ടക്ടർ ചെമ്പ്രോട്ട സ്വദേശി ശ്രീജിത്ത് പറഞ്ഞു. സർക്കാരിന്റെ ഈ പുതിയ പദ്ധതിയായ പ്രിയദർശിനി എന്ന സംഭവം സ്ത്രീകളായ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരമാണ്. ചമ്പ്രോട്ട റൂട്ടിൽ ഏകദേശം പൊന്നാനി ഡിപ്പോയിൽ നിന്ന് 20 സർവീസോളം നമുക്ക് ഈ സർവീസ് സ്ത്രീകൾക്ക് ഉപകാരപ്രദമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഗുരുവായൂർ, കോഴിക്കോട് TT സർവീസുകളും പൊന്നാനിയിൽ ഏകദേശം 8-9 സർവീസോളം ഓർഡിനറി സർവീസുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ ചമ്രോട്ടം പാലം ഉദ്ഘാടനത്തിൻ്റെ അന്നേ ദിവസം കണ്ടക്ടർ ഞാനായിരുന്നു. അന്ന് മുതലുള്ള എൻ്റെ നാട്ടുകാരായിട്ടുള്ള തവനൂക്കാരും അതിൽ എൻ്റെ പഞ്ചായത്തിൽ പെട്ട ആൾക്കാരും ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ ഈ അടുത്തടുത്തുള്ള പ്രാദേശിക അവർക്കും അവരുടെ കുടുംബത്തിനും പിന്നെ ഇത്രത്തോളം നമ്മളെ സഹായിച്ച ഞങ്ങൾ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമാണ് ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞ സ്കീമിലൂടെ. UDF സർക്കാരിൻ്റെ ഈ ഒരു സൗജന്യ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. UDF സർക്കാരിന് ഒരുപാട് നന്ദി. ഇങ്ങനെയൊക്കെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഒരു ഓർഡിനറി ബസ് വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ ഞങ്ങൾ ഇതുവരെ കൺസെഷനായിരുന്നു പോയിരുന്നത്. KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതിനാൽ വിദ്യാർത്ഥിനികൾക്ക് ഓർഡിനറി KSRTC ബസ്സുകളിൽ ഇനി കൺസെഷൻ ടിക്കറ്റ് ആവശ്യമില്ല. MLA കുറുക്കുളി മൊയ്തീൻ, നഗരസഭ ചെയർമാൻ കേടത്തിൽ ഇബ്രാഹിം ഹാജി, വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, അഡ്വക്കേറ്റ് K പത്മകുമാർ, യാസിർ പൊട്ടച്ചോല, വെട്ടം ആലിക്കോയ, PV സമദ, ജനപ്രതിനിധികൾ, UDF ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു.